നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് വലിയ സന്തോഷത്തോട് കൂടിയിട്ട് നബിയുടെ അടുത്തേക്ക് ജലജ ചെല്ലുവാണ്. ആ സമയം ജലജയുടെ മുഖത്തെ സന്തോഷം കണ്ടുകഴിഞ്ഞപ്പോ നബി ചോദിച്ചു, എന്താമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്റെ മോളെ, സന്തോഷമുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. സന്തോഷമുള്ള കാര്യങ്ങളോ? അതമോളെ, ആദർശ് ഡീലുറപ്പിച്ച് വരുമെന്നും പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും പ്രാർത്ഥനയും വഴിപാടുകളും വ്രതവും ഒക്കെ നോക്കിയിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ നോറ്റ നോയമ്പൊക്കെ വെറുതെ ആയി പോയി മോളെന്ന് പറഞ്ഞു. എന്തൊക്കെയാ അമ്മ പറയണേ? അതെ, ആദർശന് ഡീല് കിട്ടിയില്ല എന്ന് പറഞ്ഞു. സത്യമാണോ പറയണേന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ, ഇതേ ഇപ്പൊ ന്യൂസിനകത്തൊക്കെ വരുന്നുണ്ടെന്ന് പറയണം. ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മൂർത്തി ജൂവലറിയുടെ ഗ്രാഫ് ഒന്നിനൊന്ന് ഇടിഞ്ഞു താണോണ്ടിരിക്കുക. ഇപ്പൊ ആടെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ അവരൊക്കെ ഷെയർ കൊടുക്കുവാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം തരിച്ചു നിന്നുപോയി നവ്യ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. ആദർശ് ഡീല് ഉറപ്പിക്കുമെന്ന് ഓർത്തായിരുന്നേ. അപ്പൊ അതിൻ്റെതൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആദർശിന് ഡീല് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. അപ്പോഴേക്കും ജലജ പറഞ്ഞു, മോളെ, കുറച്ച് നാളായി ഇവിടെ കിടന്ന് ഞാനും അബിയും നീയൊക്കെയാളും കിടന്ന് കഷ്ടപ്പെടുന്നേ. അബിയെ ജൂവലറിന്ന് ശരിക്കും ആട്ടി ഇറക്കി വിടുവല്ലേ ചെയ്തേ. അന്നേ ഞാൻ മനസ്സിൽ കരുതിയതാ, പാവന്റെ അഭിമോന് അവൻ എത്രമാത്രം വിഷമം ഉണ്ടായി കാണും. അതിന്റെ ശിക്ഷയാ കിട്ടിയിരിക്കണേന്ന് പറഞ്ഞു. നബി പറഞ്ഞു, അത് മാത്രല്ല അമ്മേ, പാവം പിടിച്ച അനഘയെന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ശാപം അത് ആദർശിന്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം അവൻ ഇനി ഒരു ഡീലും കിട്ടാൻ പോകുന്നില്ല. അവൻ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താവും. അല്ല, അവനെ കമ്പനിയിൽ നിന്ന് മുത്തശ്ശൻ പുറത്താക്കുമെന്ന് ചോദിച്ചു. അതെ, അച്ഛന്റെ സ്വഭാവമായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരിക്കലും അവനെ കമ്പനി നിർത്തത്തില്ല എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ലെങ്കിൽ ചന്തമോളുടെ കാര്യം വന്നപ്പം മുത്തശ്ശൻ എന്നെ പുറത്താക്കേണ്ടതായിരുന്നു, എന്നിട്ട് പുറത്താക്കിയല്ലോ. പക്ഷെ ഇത് അതുപോലെയല്ല. കുടുംബവും ബിസിനസ്സും ഒരേപോലെ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ആളല്ല നിങ്ങളുടെ മുത്തശ്ശൻ എന്ന് പറഞ്ഞു. അച്ഛനെ ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു ദുരന്ത വാർത്തയല്ലേ വന്നിരിക്കണേ. നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിച്ചു. അതെ, ആരും കാണാൻ നമുക്കൊന്ന് ആഘോഷിക്കാം മോളെ. നമ്മുടേതായ രീതിയിൽ നമുക്ക് സന്തോഷിക്കാം. ഈ വീട്ടിൽ കിടന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്രമാത്രം വേദന ഉണ്ടായിരുന്നറിയാവോ. ഇപ്പോഴെനിക്കൊരു സന്തോഷം സമാധാനമായത്. ഇങ്ങനെ തന്നെ വേണം. നമ്മളെ കഷ്ടപ്പെടുത്തിയതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കണേന്ന് പറഞ്ഞു. നബിക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. ദൈവമേ, ഇതിപ്പോ നയനയോട് വിളിച്ചു പറയാനും പറ്റില്ലല്ലോ. എന്നാലും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നബിയുടെ മനസ്സിലതുണ്ട്. നബി പിന്നീട് ഹാളിലേക്ക് ചെല്ലുമ്പം നയനയും ദേവേനയും കൂടെ സംസാരിച്ചിരിക്കുക. അപ്പൊ ആദർശ് വിളിച്ചിട്ടുമില്ല, ഡീൽ ഉറപ്പിച്ചോ എങ്ങനെയാത് എന്താണെന്നും അറിയില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അപ്പോഴാണ് നവി അങ്ങോട്ടേക്ക് ചെല്ലുന്നേ. നവി എന്നിട്ട് ചോദിച്ചു, അല്ല എന്താ രണ്ടുപേരും കൂടെ? ആദർശേട്ടൻ ഡീൽ ഉറപ്പിക്കാൻ പോയിരിക്കുമല്ലേ, അപ്പം അത് കിട്ടിയോ ഇല്ലയോ അറിയത്തില്ലാത്തതിന് ടെൻഷൻ ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. ദേവേന് പറഞ്ഞു, നിന്റെ മനസ്സിൽ ആ ഡീല് കിട്ടില്ലെന്നല്ലേ, അതല്ലേ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അപ്പോഴേക്കും നബി പറഞ്ഞു, അതെന്ത് വർത്താനം അമ്മായി പറയണേ? നിങ്ങളെല്ലാരും പ്രാർത്ഥനകളും വഴിപാടുകളും പൂജകള് വ്രതങ്ങള് എന്തൊക്കെയാ നോക്കുന്നേ? എന്തൊക്കെ നോമ്പ് നോറ്റിരിക്കണ? അപ്പൊ പിന്നെ ഈ ഡീല് കിട്ടാതിരിക്കുവോ? അതേപോലും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നബിക്ക് നന്നായിട്ടറിയാം. നയന പറഞ്ഞു, ഈ ഡീല് കിട്ടാതിരിക്കില്ല, ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. നയന ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നബി പറഞ്ഞു, അങ്ങനെ തന്നെ വേണം, കിട്ടണമല്ലോ. ഇത്തരം പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തി കഴിയുമ്പോൾ കിട്ടാതിരിക്കില്ലോ. ദേവേന് പറഞ്ഞു, അല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കിട്ടരുതെന്നാണല്ലോ പ്രാർത്ഥിക്കുന്നേ. അതമ്മായി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതേപോലെ നബിയുടെ മനസ്സ് നിറയെ സന്തോഷമാണ്. കുറച്ച് കഴിയുമ്പം കരയാനായിട്ട് പോകുന്ന ഇവരൊക്കെ ഇരുന്നിട്ട്. ഈ സമയത്ത് ജയനും അജയനും ഒക്കെ നല്ല സങ്കടത്തിലാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒടുവിൽ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മുത്തശ്ശന്റെ അടുത്തേക്ക് ഇനിയിപ്പം മുത്തശ്ശൻ ആകെപ്പെടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. ജയനെ അജയനെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതിരിക്കുകയാണ്. അപ്പോഴേക്കും ജയൻ ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? മുത്തശ്ശൻ പറഞ്ഞു, അറിഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവന് ഇത്ര താല്പര്യമില്ലാതെയാണ് ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവനെ വിടത്തില്ലായിരുന്നു. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ലോ അച്ഛാ. അവന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എന്താ ഏതെങ്ങനെയെന്ന് അറിയില്ല. അവൻ വന്നാലേ അറിയത്തുള്ളൂ. വേണ്ട, എനിക്കിനി കൂടുതലൊന്നും അറിയേണ്ടതില്ല. ശരിക്കും ഇത്രയും നാളും കെട്ടിപ്പടുത്തോണ്ട് വന്ന ആ ഒരു അന്തസ്സും അഭിമാനമൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി. മൂർത്തി ജ്വല്ലറിയുടെ പാരമ്പര്യം ഇല്ലാതായത്. മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
എല്ലാത്തിനും കാരണം അവന് ഒറ്റയൊരുത്തിനാ. അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ആ കൃത്യസമയത്ത് അവിടെ നിന്ന് ചെന്നാൽ മതിയായിരുന്നു. അവൻ പക്ഷെ അവിടെ ഹാജരായില്ല. ഇതിൽ പരം ഒരു നാണക്കേട് വേറെ ഇല്ല. മൂർത്തി ജ്വല്ലറി ഇങ്ങനെയൊക്കെയാ പെരുമാറുന്നതെന്ന് പുറത്ത് ഫ്ലാഷ് ആയിട്ടുണ്ട്. സമയനിഷ്ഠ പോലും ഇല്ലാത്തവനെയാണല്ലോ ഞാൻ പറഞ്ഞു വിട്ടത്. ജയനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായി. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, എനിക്കിപ്പം നിങ്ങളോട് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ജയനും അജയനും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പോന്നു. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, ശരിക്കും അച്ഛന് നല്ല വിഷമമായിട്ടുണ്ട്. ജയൻ പറഞ്ഞു, എങ്ങനെ വിഷമിക്കാതിരിക്കും, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയല്ലേ നടന്നിരിക്കുന്നേ. ആദർശ് വന്നാലും അടുത്തുള്ള കൃത്യമായിട്ടുള്ള എന്തൊക്കെയാ അവിടെ സംഭവിച്ചതെന്ന്. അപ്പോഴാണ് ദേവേനയും നയനയും കൂടെ അങ്ങോട്ട് വരുന്നത്. ദേവേന ചോദിച്ചു, എന്തായി ചേട്ട കാര്യങ്ങള്, ആദർശ് വിളിക്കോ മറ്റോ ചെയ്തോ? ആദർശ് ഞങ്ങൾ എത്ര വട്ടം വിളിച്ചെന്നറിയാവോ, പക്ഷെ ഒരു വിവരം ഇല്ലാന്ന് പറഞ്ഞു. ആ സമയം ജയൻ പറഞ്ഞു, അതെ ഒരു കാര്യം പറയാണ്ടെന്ന് പറയാം. എന്താ? അത് പിന്നെ കാര്യം എന്താന്ന് വെച്ചാ പറ ചേട്ടാ, ഈ ഡീല് നമുക്ക് കിട്ടിയില്ല എന്ന് പറയണ്. കിട്ടിയില്ലേ? ജയൻ എന്താ പറയണേ? അത് ദേവേനി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അല്ല അപ്പൊ അച്ഛൻ പറഞ്ഞത് ഈ ഡീല് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നാണല്ലോ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അജയൻ പറഞ്ഞു, ആദർശ് അവിടെ എത്തിയില്ല എന്ന് പറയണ കൃത്യസമയത്ത്. ഡീല് 11 മണിക്കായിരുന്നു ഉറപ്പിക്കുന്നത്. അതിനു മുമ്പ് ആദർശ് അവിടെ എത്തേണ്ടതാ. പക്ഷെ ആദർശ് എത്തിയപ്പം ആ സമയം കഴിഞ്ഞിട്ട് എത്തിയെന്നാ അറിയാൻ കഴിഞ്ഞത്. അത് കേട്ടപ്പോ നയൻ പറഞ്ഞു, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആദർശാണ് ഞാൻ കുറെ തവണ വിളിച്ചായിരുന്നു, പക്ഷെ ആദർശാണ് കോൾ എടുത്തേയില്ല. അതിനുശേഷം ഒരു 11:30 ആയി കഴിഞ്ഞപ്പോൾ ആദർശേട്ടൻ കോൾ എടുക്കുന്നേ. അപ്പോഴെനിക്ക് സംശയം ഉണ്ടായിരുന്നു, എന്തോ ഏതോ എവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോന്ന്. ദേവേനു പറഞ്ഞു, എന്റെ ഭഗവാനെ, ഇത്രയും പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ട് ഡീല് കിട്ടിയില്ലാന്നോ? ഇതെന്തൊക്കെയാ കേൾക്കണേ, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ ദേവേനി, ഇത് നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കൂട്ടാം. പക്ഷെ അച്ഛന് സഹിക്കാൻ പറ്റുമോ? കാരണം അച്ഛൻ ഇത്ര നാളും കെട്ടിപ്പടുത്തോ ഉയർത്തിക്കൊണ്ട് വന്നല്ലേ മൂർത്തി ജ്വല്ലയുടെ അന്തസ്സും അഭിമാനം പാരമ്പര്യമൊക്കെ കാത്തു സൂക്ഷിച്ചോണം വന്നൊക്കെ ഒരു നിമിഷം തകർന്നു പോയില്ലേ? അത് മാത്രമല്ല മൂർത്തി ജ്വല്ലയുടെ ഗ്രാഫ് താഴേക്ക് വന്നില്ലേ എന്ന് ചോദിച്ചു. അതെ, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛൻ നല്ല ദേഷ്യത്തില. ഇനിയിപ്പോ ആദർശ് വരുമ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ആദർശിനെ കമ്പനിയുടെ MD സ്ഥാനത്തൊന്ന് മാറ്റുപോന്ന് പോലും എനിക്ക് പേടിയുണ്ട്. അച്ഛന്റെ സ്വഭാവം ആയതുകൊണ്ട് ചിലപ്പോ അച്ഛൻ അതല്ല അതിലപ്പുറം ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നയന പറഞ്ഞു, ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മയെന്നൊക്കെ ചോദിച്ചു. എന്ത് ചെയ്യാനാ മോളെ, അച്ഛന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ട് അങ്ങനെയാ. കുടുംബവും ബിസിനസ്സും ഒരേപോലെ കാണുന്ന ഒരാളല്ല, രണ്ടും രണ്ട് രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നയനിക്കും ഭയങ്കര വിഷമായി. ഈ സമയത്ത് അബിയും ജലജയും നവ്യയും കൂടെ മുറിയിൽ ഒത്തുകൂടി സംസാരിക്കുകയാണ്. ഭയങ്കര സന്തോഷ. അബി പറഞ്ഞു, ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു കേക്ക് മുറിച്ച് നമുക്ക് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു, അത് ഈ വീട്ടിൽ പറ്റില്ലല്ലോ, ഇവിടെ ഒന്നോടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമ്മൾ പുറത്താണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ശരിയാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എന്തേലും ചെയ്തല്ലേ മതിയാവുള്ളൂ. എന്തായാലും ഇത് നമുക്ക് ഈ സന്തോഷം നമുക്ക് ആഘോഷിക്കണമെന്ന് പറഞ്ഞു. അതേസമയം അവന്തികയും നാഗേന്ദ്രനും ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ കാര്യമല്ലോ സംഭവിച്ചിരിക്കുന്നേ. ആദർശ് നാണം കെട്ടുപോയി. അതോടൊപ്പം തന്നെ അനന്തപുരിക്കാർക്കിട്ട് വലിയൊരു അടി തന്നെയല്ലേ കിട്ടിയിരിക്കുന്നേ. അപ്പൊ അത് അവരെ ആഘോഷിക്കാതിരിക്കുവോ? അങ്ങനെ അവര് മൂർത്തി ജ്വല്ലയുടെ തകർച്ച ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് വല്ലാത്ത ടെൻഷനില്ല. നയനയ്ക്കാണെങ്കിലോ അതിനേക്കാൾ അപ്പുറം ടെൻഷനാ. ഒടുവിൽ നയന ആദർശിനെ ഒന്നുകൂടെ വിളിക്കുകയാണ്. ഈ തകർച്ച അത് എന്താ എങ്ങനെയൊന്നും അറിയത്തില്ലോ. അങ്ങനെ ആദർശിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നയന ചോദിച്ചു, ആദർശേട്ടാ എന്താ സംഭവിച്ചേ? ഇവിടെ എല്ലാരും നല്ല ടെൻഷനിലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ എന്താണെങ്കിലും ഫോൺ വെക്കാൻ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് ആദർശ്. കാരണം ഇനിയിപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ എല്ലാരെയും ഫേസ് ചെയ്യേണ്ട എങ്ങനെയാ ഏതാ എന്നൊന്നും അറിയത്തുണ്ടായിരുന്നില്ല ആദർശിന്. വല്ലാത്തൊരു വീർപ്പൂട്ടൽ തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.